21 വയസ്സായപ്പോൾ തന്നെ ഗൾഫിൽ പോയി. എന്റെ മികച്ച സമയമെല്ലാം ഗൾഫിൽ ഞാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് വീട് വെച്ചത്. ഈ വീട് വെച്ച് വാർത്ത കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പണി പോയി. ഓ, പണി പോയതായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ വന്നു. പിന്നെ കുറച്ചാൾ ഇവിടെ ജോലിയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ ദുബായിൽ പോയി. ദുബായിൽ കുറച്ചാളെ ഉള്ളായിരുന്നു. അവിടെ വെച്ചാൽ പിന്നെ ഒന്നും നമ്മൾ ചെയ്തില്ല. പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലെത്തി. എല്ലാം നമ്മുടെ ഈ വീഡിയോസ് കാരണമാണ് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. ശരിക്കും അതിലേക്കുള്ള നാട്ടിലെത്തിയ എന്തിനെന്നറിയും, ഞാൻ ഈ പന്തളത്ത് ഒരു അയ്യപ്പൻ അമ്പലമുണ്ട്, അവിടെ ചോറുണ്ണാൻ പോയി വൃശ്ചിമാസത്തിൽ. ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ഇവന്റെയാ. ഞാൻ ചോദിച്ചു, നീ എവിടെയാടാ? അതാണ്ട് ഇവിടെ പുറയിലിരിപ്പുണ്ട്. ഞാനങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഇല്ലേ, അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ. അതായത് ഞാൻ ജോലി ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. ഞാൻ അവിടുന്ന് ഒരു ദിവസം ആരോടും ഇവരോട് ആരോടും പറഞ്ഞില്ല. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നേരെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു. വന്നിട്ട് നമുക്ക് സർപ്രൈസ്. ഇവിടെ വന്നപ്പോ ഇവിടെ ആരുമില്ല. ഞാൻ പെട്ടിയൊക്കെ ആയിട്ട് വീണ്ടും പുറകെ ഇരിക്കുവായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ താക്കോൽ ഇന്നടെ തിരുപ്പുണ്ട്, അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞ വഴക്ക് പറയും. ഞാൻ പറഞ്ഞു, അവനിവിടെ മരുന്നിന് വന്നതാ. ഞാൻ ഇച്ചിരി കഴിഞ്ഞു പിന്നെ പെങ്ങളെ വിളിച്ച്, പെങ്ങളും അളിയനും കൂടെ ഇവിടെ വന്ന് താക്കോലൊക്കെ എടുത്തു കൊടുത്ത് തുറന്ന് കേറി. അളിയ മുട്ട വറക്കുന്നു, ഇവര് ചോറ് കൊടുക്കും. എനിക്ക് ഡിപ്രഷൻ അടിച്ചിട്ട് വന്നായിരിക്കും. പണിയൊക്കെ മടുത്തു. പക്ഷെ അതായിരുന്നു എനിക്ക് ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അല്ലേ ലൈഫിൽ. ഇവിടെ കുറച്ച് ചാനലിലൊക്കെ വർക്ക് ചെയ്ത TV ചാനലുകളിലൊക്കെ. അതിനുശേഷം കോവിഡ് വന്നപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റിയത്. ചാനലും പരിപാടികളൊക്കെ തുടങ്ങിയതിനു ശേഷമാണ്. അതെ, അതാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം അല്ലേ. അതെ, ഈ മുറിയാണ് അപ്പൊ നമ്മുടെ എല്ലാത്തിനും ജോലി കളയാൻ തോന്നിയത് മികച്ച ഒരു തീരുമാനമായിരുന്നു. അത് കുറെ പേർക്കൊക്കെ അത് റിസ്ക് എടുത്താലേ പറ്റും. നമ്മളെന്തെങ്കിലും അത് എനിക്ക് മനസ്സിലായി. നമ്മളെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. നമ്മളവിടെ പിന്നെ എല്ലാം ശരിയാക്കിയിട്ട് നിൽക്കാന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ആണല്ലേ. അപ്പൊ ഇത്രയും ജേർണിയില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരിക്കും, റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇങ്ങടേക്ക് വരാം, ഈ ഒരു ഏരിയയിലേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ മേശ അല്ലേ. ഇവിടെ ഞങ്ങളുടെ പഴയ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. അത് ഈ റൂമിലിട്ട്, കാരണം ഈ റൂമിൽ മാത്രം നമ്മൾ പ്രോപ്പർ ആയിട്ട് വയർ ചെയ്തിട്ടാണ് മാത്രമുള്ള സ്വിച്ചുകൾ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കേബിൾ ഇങ്ങനെ വലിച്ചിട്ടേക്കുവായിരുന്നു. ഇവിടെ നിന്നായിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത്. ഇവിടെ നമ്മുടെ കാലിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, അതെല്ലാം ഇവിടെ ഷൂട്ട്. കാലിനായിട്ട് അൺബോക്സിംഗ് വീഡിയോ ഇവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അന്ന് ഇതില്ലായിരുന്നു. അപ്പൊ ഇതിലെ ഞാൻ ഇങ്ങനെ നീളത്തില് ഈ ഗ്രീൻ മാറ്റ് അടിച്ചിട്ട് ഷൂട്ട് ചെയ്തത്. ആ മേശ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഡൈനിങ് ടേബിള് നമ്മളിപ്പോ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. അതിപ്പോ ഇവിടോട്ട് മറ്റേ പുതിയത് മേടിച്ചോണ്ട് അത് വെളിയിലുണ്ട്. അത് കാണിച്ചു തരണം അല്ലേ. അതൊക്കെ ഓർക്കുമ്പോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് ഇവിടെ ഫുള്ള് സെറ്റ് ആയിട്ട് പിന്നെ ഇനി ഈ വീട്ടിലേക്ക് കേറുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ആ ഒരു ഫീലിങ്സ് ഞാൻ ചോദിക്കുന്നേ, പെട്ടെന്ന് നമുക്ക് ഈ ഒരു എല്ലാം സെറ്റായി, ഈ ഒരു വീട് മൊത്തം റെഡിയായി. ഈ ഒരു വീട് മൊത്തം റെഡി ആയിട്ട് ആദ്യം ഈ വീട്ടിലേക്ക് കയറിയപ്പോ ശ്രീകാന്തേട്ടന്റെ മൈൻഡിൽ വന്ന കാര്യം എന്താ? വീട്ടിലേക്ക് കയറിയപ്പോ തന്നെ എന്തായിരുന്നു ഫീൽ? അഭിമാനം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്തെന്നുള്ള ഒരു സന്തോഷം. അതാണ് എനിക്ക് ഫസ്റ്റിലെ തോന്നിയത്. നമ്മളിപ്പോ ഈ നമ്മുടെ ഒരു ഇങ്ങനെ ഒരു കഴിവ് കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഭയങ്കര സന്തോഷം ആണ്. അതെ, അമ്മയ്ക്കും അങ്ങനെ തന്നെ. മോൻ എന്താണ് പറയുന്നത് അത് തന്നെയാണ് നമുക്കും അല്ലേ. അതെയോടാ ഇപ്പൊ നമ്മൾ ഈ എഡിറ്റും പരിപാടിയൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. വീഡിയോ ഇതിലാണ് ഇപ്പൊ കൂടുതൽ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ആദ്യമായിട്ട് മേടിച്ച ലാപ്ടോപ്പ് ആയിരുന്നു. ഓക്കെ, ശ്രീകാന്ത് വെട്ടിയാരുടെ ആദ്യത്തെ ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പ് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അടിപൊളി. ഓക്കെ, ഇതിനൊക്കെ ഒരു കുഴപ്പമില്ല. ഇത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തത്. എല്ലാം സെറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വർക്ക് സ്റ്റേഷൻ. നമ്മള് താമസിക്കുന്നതും നമ്മള് CCTV നോക്കുന്നതും എല്ലാം ഈ ഒരു മുറിയാണ്. ഞാൻ ഗൾഫിൽ വെച്ചൊരു മാല മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പണയം വെക്കും. അത് പണയം വെച്ചിട്ടാണ് ഇത് മേടിച്ചത്. അന്നേരം അത് പിന്നെ പൈസ എടുത്ത് അതെടുക്കും. പിന്നെ അടുത്ത സാധനം മേടിക്കും. അങ്ങനെയായിരുന്നു ആദ്യത്തെ സാധനം. എന്നിട്ട് ഇപ്പൊ അത് അവിടെ ഇരിപ്പുണ്ട്. ഈ താക്കോൽ എവിടെയാണ് ചെയ്യുന്ന പോലെ ഈ മാല ഇപ്പൊ എവിടെയാണ്? ബാങ്കിലിരിക്കുന്നത്. അങ്ങനെ ഒരു മാല ഉള്ളത് നല്ലതാണ് അല്ലേ. എപ്പൊ ആവശ്യം ഗൾഫിൽ വെച്ച് വരാൻ നേരം മേടിച്ചായിരുന്നു. അതെ, പിന്നെ പണയം വെച്ച് ഞാൻ മേടിച്ചു തന്നെടുക്കാം. അടിപൊളി, കൊള്ളാം. അപ്പൊ ഇതാണ് നമ്മളുടെ സ്വർഗം സ്റ്റുഡിയോ. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് ഇരിക്കണമെന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ഇവിടെ സമാധാനായിട്ടിരിക്കുക അല്ലേ. എനിക്ക് ഒരു കാര്യം കൂടെ ഒന്നെങ്കിലേ സന്തോഷം. അതെന്ത് കാര്യമാണ്? എന്റെ കല്യാണം ഉറച്ചിരിക്കുക.
ഞാൻ ആ കൊച്ചിനോട് ഉറച്ചിരിക്കും, അത് വരുന്നില്ല ഇങ്ങോട്ട്. എവിടെ ശ്രീകാന്ത് ഏട്ടന്റെ ഫിനാൻസ് എവിടെ? എന്റെ ഫിനാൻസ് ഫിയാൻസി ആണ് എനിക്കറിയാം. ബാങ്കിൽ കുറച്ച് ഫിനാൻസ് എനിക്കെന്നെ മാറിപ്പോയിട്ടുണ്ട്. വരണമെങ്കിൽ എനിക്ക് സന്തോഷം വരും. അതെ, ശ്രീകാന്ത് ഏട്ടൻ ഫിനാൻസ് ഇനി കല്യാണം കഴിച്ച് ഇവിടെ വന്നാലേ കല്യാണം നടത്തണം. എനിക്ക് നല്ല മരണം കേട്ടോ കല്യാണത്തിന്. ഓ പിന്നെന്താ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോഴേ അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനെ നോക്കിയിരിക്കാന്ന് തോന്നുന്നു, ഈ കൊച്ചെന്താ ഇത് ചോദിക്കാത്തേന്ന്. പറയണമെന്ന് ഞാൻ നടക്കുവായിരുന്നു ഇത്രയും നേരം. നമ്മളത് അതാ നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ലേ, ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതെ, കഴിക്കണം. പുള്ളിക്കാരി ഇപ്പൊ നാട്ടിലുണ്ട്, ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ലീവിന് വന്നായിരുന്നു. അപ്പൊ അവിടെ യുദ്ധമൊക്കെ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പൊ തീരുമാനിക്കണം എന്ത് ചെയ്യണോ. നമുക്ക് വേണേ ഇപ്പൊ തന്നെ അങ്ങ് തീരുമാനിച്ചേക്കാം. അമ്മ ഇവിടെ എല്ലാരും പിടിച്ചു നിർത്തി. അതായത് നമ്മുടെ ഈ വീട് നിങ്ങളുടെ മാറിയല്ലോ, ബന്ധുക്കളെല്ലാം ഉണ്ടല്ലോ. അമ്മ എല്ലാരും പറയാം ഒരു കാര്യം, എല്ലാരും വരാൻ പറഞ്ഞു. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മതി ഇനി ഇവിടെ താമസിച്ചോ. ഞാൻ പറഞ്ഞു, അവർ അമ്മയോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നടത്തണം, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറയാം ഞാൻ നേരം നോക്കാൻ പോവാന്ന്. കിട്ടിക്കാണത്തില്ല, വേഗം. അതെ അതെ, ചൂടൊക്കെ ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് 2 വർഷം മുമ്പ് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ, ഒരു വീഡിയോയിലോ നമ്മളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷത്തിനുള്ളില് ഞാൻ കെട്ടിയിരിക്കുന്നു പറഞ്ഞു. ഓർമ്മയുണ്ടോ? അതൊരു ഇന്റർവ്യൂ. അതെ, അത് നോക്കിയിരിക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു വാഗ്ദാനം നടത്തിക്കോ, കുഴപ്പമില്ല. ഈ ഇന്റർവ്യൂയിലൂടെ എത്ര മാസം വേണം അമ്മ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു. അയ്യോ അത് പറ്റൂല, ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തിട്ട് സമയം എടുക്കും. ഒരു 5 മാസത്തില് നമുക്ക് റെഡിയാക്കാം. 5 കൂടുതലാണ്. ഒരു 2 മാസം. മഴയൊന്നും സാരമില്ല, ഒത്തിരി പേരെയൊന്നും കൊണ്ടുപോകണ്ട, അവരെയും കൊണ്ടുപോകണ്ട. അങ്ങനെ ഒരു ടോക്ക് നമുക്ക് രണ്ടുപേരും അല്ല, എത്രയും പെട്ടെന്ന് നടത്താനാ ഞാൻ. അതെ, ഇത് നമ്മള് ഇതിന് ഷിഫ്റ്റിംഗ് എല്ലാം ഒന്ന് ഒതുങ്ങി നമ്മൾ ഇവിടെ വീട്ടിലൊന്ന് സെറ്റ് ആയി വരുന്നതേ ഉള്ളൂ. അതെ അതെ, വീടുണ്ട്, അതിപ്പോ 1-ാം തീയതി അവര് മാറി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അടുത്ത ആളുകൾ അവരെ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ആയി വരുന്നേ ഉള്ളൂ നമ്മളിവിടെ. അതെ, അപ്പൊ ഒരു 5 മാസത്തിനുള്ളിൽ നമ്മളെ കല്യാണം നടന്നിരിക്കും. പിന്നെ ഒരു സിനിമയുണ്ട്, അതിപ്പം കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ്. അപ്പൊ പിന്നെ എപ്പോ വേണമെങ്കിലും നമ്മൾ കല്യാണം കഴിക്കാം. പിന്നെ എനിക്ക് ഇഷ്ടം ശ്രീകാന്ത് ഏട്ടൻ, എനിക്ക് തോന്നുന്ന റിലേഷന്റെ കാര്യമാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പറയുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ പറയാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു, നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ എന്തോ റിലേഷന്റെ കാര്യം പറഞ്ഞപ്പോ ബാക്കി എല്ലാവരും റിലേഷൻ എന്തോ പറഞ്ഞപ്പോ ശ്രീകാന്ത് ഏട്ടൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ബാക്കി എല്ലാവരും പറഞ്ഞ് പേടിച്ചിട്ടാണ്. അത് തന്നെ അപ്പോഴും പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അടിപൊളിയായതുകൊണ്ടല്ലേ. നമുക്കൊക്കെ ഇത്രയും വയസ്സൊക്കെ ആയല്ലോ, എനിക്ക് ഇത്രയും പ്രായമായിരുന്നു സമ്മതിച്ചിട്ടില്ലായിരുന്നല്ലേ. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മുടെ പരിപാടികളിലൊക്കെ. അതെ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ റിലേഷൻ കൊണ്ട് ഫുള്ള് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെ, എനിക്ക് ഇഷ്ടമൊക്കെ, പക്ഷെ താമസമാണ്. എനിക്ക് ഇഷ്ടമൊക്കെ, പക്ഷെ ഇവര് കല്യാണം കഴിക്കാനുള്ള താമസമാണ് എനിക്കൊരു പ്രശ്നം. പാവം, നമുക്ക് വേഗം തന്നെ അങ്ങ്. വീട്ടിലൊരാളുണ്ടല്ലോ മിണ്ടാനും. പിന്നില്ലേ, അതെ, അമ്മയ്ക്ക് മിണ്ടാനും പറയാനും ഒരാള് വേണം. അതാണ് ഏറ്റവും അമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അമ്മ സിറിയുടെ അടുത്ത് ജെമിനിയുടെ അടുത്തൊന്നും സംസാരിക്കാറില്ല. സിറി എന്ന് വെച്ചാൽ നമ്മള് പറയുന്നത് ടെക്നോളജിക്കലി അവർ തിരിച്ചു സംസാരിക്കും. അവരുടെ അടുത്ത് സംസാരിച്ചാൽ അവരിതിലും നന്നായിട്ട് സംസാരിക്കും. അവര് മനുഷ്യന്മാരെക്കാളും നന്നായിട്ട് സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ എനിക്ക് സംസാരിക്കാൻ താന്ന് എന്റെ ദൈവമേ.